എല്ലാവരോടും പറഞ്ഞാ വന്ന് കാത്തിരിക്കണം മണവാളനെ എഴുന്നേൽപ്പാൻ. അത് നമ്മൾ താമസിച്ചു പോയതാണോ? കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നല്ലോ. നമുക്ക് മുമ്പായിട്ട് യേശുക്രിസ്തു വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയി കാണുമോ? ഒരിക്കലുമില്ല. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും വിശുദ്ധിയോടും പ്രിയനെ കാത്തിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളെ കൊണ്ടുപോകാതെ പോകില്ല. ഇനി 5 പേരെ കൂടെ കാണാനുണ്ടല്ലോ. മണവളനെങ്ങാനും വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയോ? അയ്യോ, ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു. നാം ഒന്നും പേടിക്കണ്ട. നാം കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രിയനെ എതിരേൽക്കേണ്ടതിന് നമുക്ക് കാത്തിരിക്കാം. അത് ശരിയാ. നമുക്ക് പ്രിയനെ കാത്തിരുന്ന് പാട്ടുപാടി പ്രിയനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി, നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദം എന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ അതൊക്കെ പോട്ടെ, എന്നെ ഇത്രയും താമസിച്ചേ വരാൻ. കണ്ടില്ലേ വെള്ളയും വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നേ. വല്ലതും വിശുദ്ധരായിരിക്കും. നമുക്ക് വലിയ മൈൻഡൊന്നും ചെയ്യണ്ട. അല്ല, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് ബാക്കി 2 പേരും എന്തിയേ? വല്ല ആപ്പിള് പറിക്കാൻ വല്ലോ ആയിരിക്കും. രാവിലെ എനിക്ക് സുഖം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് മുതൽ ലഞ്ച്, അതും ഹോട്ടൽ താജിൽ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഏഷ്യാനിൽ നിന്ന് വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന്. അതും എൻ്റെ ഡാൻസ് കണ്ടിട്ടേ. ഡാൻസ് മാത്രമല്ല, അവർക്ക് ഇത്തിരി ലുക്കുള്ളവരും കൂടി വേണമെന്ന്. എന്ത് ചെയ്യാനാ ഈ ലുക്കുള്ളവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? Yo guys, welcome back to my YouTube channel. Today we're doing a vlog with me. മലയാളമായിരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞത് ഞാനും മടുത്തു. അല്ല, ഇത് ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യാലല്ലോ അല്ലേ? നീ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നല്ലോ കൊച്ചേ. ഇത്ര നേരം എവിടെ ആയിരുന്നു? അതൊന്നും ആദ്യം പറ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാ. അത് നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. റീൽസ്, സ്റ്റോറീസ്, പാൻസ്, ജീൻസ്. അല്ലല്ല, പാൻസ്. അല്ല, പറഞ്ഞതുപോലെ നമ്മുടെ മണവാളൻ എന്തേ? Let's take a selfie, girls. കട്ട വെയിറ്റിംഗ് ഫോർ മണവാളൻ എന്നൊരു ക്യാപ്ഷൻ ഇട്ട് ഒരു 1 മില്യൺ ലൈക്കെങ്കിലും ഒപ്പിക്കണം. ഇതിൽ ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. ഞാൻ കഴിഞ്ഞ ഹോളിഡേയ്സ് നാട്ടിൽ ചെന്നപ്പോഴേ ഒരു ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. ഒരൊറ്റ ലൈക്ക്. പിന്നെ വീടുമില്ല, കറണ്ട് പോലും ഇല്ലാത്ത ഫാമിലിക്ക് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുത്തതിന്റെ ഫോട്ടോയ്ക്ക് ഞങ്ങൾ ലൈക്ക് ചെയ്യത്തില്ല. അതിനിടയ്ക്ക് അതും കൂടെ കണ്ടുപിടിച്ചേക്കുന്നത്. ഇതെല്ലാം ഇരിക്കട്ടെ. എന്തുവാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ? എന്താണിപ്പോ ചെയ്യുന്നത് നിങ്ങളൊക്കെ? ആ, എവിടെ ആവോ ഇവരൊക്കെ. മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുകയും. നിങ്ങൾ എങ്ങോട്ടേ ധൃതി പിടിച്ചു പോകുന്നേ? മണവാളൻ ഇങ്ങോട്ടേക്കൊക്കെ തന്നെ വരുമല്ലോ. നമ്മുടെ വെളുക്കുള്ളൊക്കെ തെളിയിച്ച് നോക്കാം. നീ നേരെ തെളിയിച്ച് നോക്കാം, കത്തും. എന്റെ വിളക്കും കെട്ടുപോയല്ലോ. അയ്യോ, എന്റെയും കെട്ടുപോയി. Guys, എന്റെയും കെട്ടുപോയി. Guys, I think we have a problem here. I think we are short of oil. Where is the oil? ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ്
ഞാൻ എനിക്ക് ലൈവ് ഉണ്ടായിരുന്നു. ഞാനും മറന്നുപോയി എണ്ണ എടുക്കാൻ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സഹോദരിമാരോടൊന്ന് ചോദിക്കും ഇപ്പൊ കിട്ടും. സഹോദരി, ഞങ്ങൾക്കൊരു അല്പം എണ്ണ തരുമോ? ഞങ്ങൾ വിളക്ക് കൊണ്ടുവന്നു, പക്ഷെ എണ്ണ എടുക്കാൻ മറന്നുപോയി. അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുതേ. നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരാതിരിക്കാൻ വിൽക്കുന്നവരടുത്ത് നിങ്ങൾ വാങ്ങിക്കൊള്ളുമല്ലോ, അതാ നല്ലത്. ചോദിക്കണ്ടെന്ന് ഇവരോടൊക്കെ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. Come on girls, 24 hours ഉള്ള സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഒക്കെ ഉണ്ട്. Let's go in my BMW. Come on girls, follow me. എന്നിട്ട് ഒരു ഇഞ്ചിൽ എണ്ണ ചോദിച്ചിട്ടാണെങ്കിൽ അതുപോലെ തരില്ല. എന്നിട്ട് പറയുകയാണെങ്കിലോ മണവളം വേണ്ടി വെയിറ്റിംഗ്. കന്യകമാ വിളക്കിലെണ്ണ നിറഞ്ഞോ, പ്രിയനെ കാത്തിരുന്നതാ ചേർന്നിടും മണവറയിൽ. ലോകമോഹങ്ങൾ വെടിഞ്ഞോ, ആരാലും വെറുക്കപ്പെട്ടോ, വിശുദ്ധി കാത്തു സൂക്ഷിച്ചോ, ഏവരും കാണും സദസ്സിൽ. കാണുന്നില്ലല്ലോ. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഈ എണ്ണയെ കൂടെ തലവഴി അങ്ങ് ഒഴിച്ചു കൊടുത്തായിരുന്നു. ഓ, എനിക്ക് തോന്നുന്നു മണവാളൻ വന്നിട്ട് അങ്ങ് പോയെന്ന്. മുട്ടി നോക്കിയാലോ? ചിലപ്പോ ഒന്ന് വാതിൽ തുറന്നാലോ? ഹലോ, ഹലോ, വാതിൽ തുറക്കൂ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഹലോ, തുറക്കൂ വാതിൽ. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്ന് സത്യമായിട്ട് പറയുന്നു. അതെ, നിങ്ങൾക്ക് ഞങ്ങളെ അറിയത്തില്ല, ഞങ്ങൾക്ക് നിങ്ങളെ അറിയത്തില്ല. ഇന്ന് വാതിൽ തുറക്കുന്നേ, നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളൊന്ന് മാറി നിന്നേ, ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. ഒന്ന് വാതിൽ തുറക്ക്. ഞാനിവിടെ ലോക്കലിലും സെൻട്രലിലും ഒക്കെ മിഷനിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്ന എന്നെ അറിയത്തില്ല. നിങ്ങളുടെ കാര്യമായിരിക്കും. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള എന്നെ അറിയത്തില്ലേ? നിങ്ങളൊക്കെ ആയിരിക്കും. ഗായസ്, പണി പണിയുന്നത് പുള്ളി വന്നിട്ട് പോയെന്ന് തോന്നുന്നു. തമാശ വിട്ടില്ലേ, ഇത് ശരിക്കും സീരിയസ് ആണ്. മണവാളൻ വന്നിട്ട് പോയി, നമുക്ക് ഇനി സെക്കൻഡ് ചാൻസ് ഇല്ല. നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതെ അതെ അതെ, നമ്മൾക്കറിയാമായിരുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കണം, കർത്താവ് വരുമെന്നും. പക്ഷെ നമ്മൾ അത് ഒരു നാളും ചിന്തിക്കാതെ ലോകമോഹങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പാഴാക്കി കളഞ്ഞു. ഇനി നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ വൈകി പോയിരിക്കും. പ്രിയരെ, ആ നാളും നാഴികയെ സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ.